ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് എണീറ്റതുകൊണ്ടും ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടും കുറച്ച് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. സ്കൂളിൽ പോയി ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മമ്മി എനിക്ക് വേണ്ടിയിട്ട് ചോറൊക്കെ കെട്ടി തന്ന്. ചോറ് കെട്ടിൽ പതിവില്ലാത്തതാണ്. സ്കൂളിലെ കറികളും ചോറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആളതേ ഹെൽമെറ്റ് കൊണ്ട് വന്നിട്ടുണ്ട്. കുഞ്ഞിക്കിളീന് പുറത്താണ്. എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരച്ചിലായിരിക്കും കേട്ടോ. ഇന്നലെ രാത്രി തൊട്ട് തോരാതെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും കയ്യിൽ റെയിൻകോട്ട് ഉണ്ടായിരുന്നു. റെയിൻകോട്ട് ഉണ്ടായിട്ടും കാര്യമില്ല, ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല റോഡിൽ എന്താ ഒരു ബ്ലോക്ക്, കുഴി ഏതാ വെള്ളം ഏതാണെന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥ. സ്കൂളിലേക്ക് കയറിയപ്പോൾ കറക്റ്റായിട്ട് മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് സ്കൂളിൽ അത്യാവശ്യം കുറച്ച് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ സ്കൂളിലൊരു ജോലിയില്ലേ, ഇത്രയും സന്തോഷം തരുന്ന ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. വേറെ ഉണ്ടാവും എങ്ങനെയാണെന്നൊക്കെ ചിലപ്പോൾ ഉണ്ടാവായിരിക്കും. അവനവൻ്റെ ജോലിയിൽ ഓക്കെ ആണെങ്കിൽ അതിൽ പരം സന്തോഷം പിന്നെ വേറെ ഒന്നിനില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ നമ്മളുടെ സ്ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ സൗണ്ടൊക്കെ ഇങ്ങനെ എടുത്ത് ചെയ്യേണ്ട ഒരു ജോലിയാണെങ്കിലും അതിനും ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. സന്തോഷം മാത്രമല്ല, ഒരു സംതൃപ്തിയും ഉണ്ട്. കുട്ടികളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ള പരാതി പറച്ചിൽ, ടീച്ചറെ കട്ടർ അവനെടുത്തു, എൻ്റെ റബ്ബർ അവനെടുത്തു, പെൻസിലെടുത്തു, പേന എടുത്തു എന്നിങ്ങനെ എപ്പോഴും ഇങ്ങനെ പരാതികളുള്ളൂ. ആദ്യം ഞാൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് കേട്ടോ പോയത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കിട്ടുമ്പോഴേക്കും എൻ്റെ പൊന്നെ നമ്മളെ സൗണ്ട് രാവിലെ തന്നെ പോയിട്ടുണ്ടാവും കേട്ടോ. എന്നാലും അവരുടെ കൊച്ചു കൊച്ചു കുസൃതികളും കുറുമ്പും എല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഈ സമയത്തും എനിക്ക് എൻ്റെ കുഞ്ഞിക്കിളിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണ്ടായിരുന്നു കേട്ടോ. അവൻ എന്ത് ചെയ്യണമായിരിക്കുമെന്ന് ഓർത്തിട്ടെ. അങ്ങനെ രാവിലത്തെ അംഗം വെട്ടെല്ലാം കഴിഞ്ഞ് ഉച്ചയായിട്ടാ. ഉച്ചയ്ക്ക് ലഞ്ചിന് നമുക്കിന്ന് സ്പെഷ്യലായിട്ട് പരിപ്പ് ചാറാണ്ട്. പരിപ്പ് മാത്രമല്ല, തക്കാളിയും പരിപ്പും കൂടിയിട്ട് ഒരു ചാറ് കൊള്ളാട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്, നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. കൂട്ടത്തിൽ ഇതേ നല്ല ബീട്രൂട്ട് തോരനും ഉണ്ടായിരുന്നു. നോക്കിക്കേ, നമ്മളെങ്ങനെയാണ് വീട്ടിലുണ്ടാക്കണം അതുപോലെ തന്നെ അല്ലേ കുട്ടികൾക്കും കൊടുക്കണേ. ഇത് തന്നെ ഞങ്ങളും ടീച്ചേഴ്സ് എല്ലാവരും കഴിക്കണം കേട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എന്തായാലും നിങ്ങൾ പോയി കാണണം കേട്ടോ. ഓരോ ദിവസവും നമുക്ക് ലഞ്ചിന് സ്പെഷ്യലായിട്ട് ഓരോരോ മെനു ആയിരിക്കും കേട്ടോ. ഇന്ന് ബീട്രൂട്ട് തോരനാണെങ്കിൽ നാളെ ക്യാരറ്റ്, മറ്റന്നാൾ പയർ, പരിപ്പ്, അങ്ങനെ ഓരോ ദിവസം ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ചോറൊക്കെ നോക്കി അരിയൊക്കെ നല്ല അടിപൊളി അരിയാണ് നമുക്കുള്ളത്. ഇങ്ങനെ വിട്ട് നിൽക്കും. നേരത്തേക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറ്റിയിരിക്കുന്ന പോലത്തെ അരിയൊക്കെ ആയിരിക്കില്ല, പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. എന്തായാലും ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ഓരോ ക്ലാസ്സിലേക്കുള്ളതും ഫുഡൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇന്നതേ നമ്മളും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇന്ന് ശരിക്കും ടയേർഡാട്ടോ. ഫുഡൊക്കെ കഴിച്ച് നമ്മളുടെ നെക്സ്റ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പീരീഡ് എനിക്ക് 4th സ്റ്റാൻഡേർഡിലാണ് കേട്ടോ. 4th സ്റ്റാൻഡേർഡിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അത്ര സ്ട്രെയിൻ ഒന്നുമില്ല. കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികളല്ല, പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടികളാണല്ലോ. വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാ കുട്ടികൾക്കായിട്ട് പാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആണ്. അങ്ങനെ ഇന്നത്തെ അംഗംവെട്ടെല്ലാം കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് പോയി. ഇനി എനിക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാൻ സമയമായി. എൻ്റെ സാധന സാമഗ്രികളെല്ലാം ഞാൻ അടുക്കി ഒതുക്കി ബാഗിലേക്ക് വെക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും മഴ നന്നായിട്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ പെയ്തിട്ടേ ഇല്ല എന്ന് പറയാം. രാവിലെ എന്തായാലും മൊത്തം നനച്ച് കുതിർത്തായിരുന്നു കേട്ടോ എന്നെ. ഇനി പോകുമ്പോഴേ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്ലോക്കിൻ്റെ കാര്യത്തിലാണ്. റോഡ് പണി കാരണം എവിടെയും ബ്ലോക്ക് തന്നെയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഹെൽമെറ്റ് എടുത്ത് രാവിലെ കൊണ്ടുപോകുന്ന റെയിൻകോട്ട് അവിടെ സൈഡിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. അത് മറക്കാതെ എടുക്കണം, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. പോണ വഴിക്കാണ് എനിക്ക് പെട്രോൾ അടിക്കാണ്ട് കേട്ടോ. തിരിച്ച് വരുമ്പോൾ തിരിച്ച് സ്കൂളിലേക്ക് വരുമ്പോൾ അടിക്കാനായിട്ട് സമയം കിട്ടില്ല. വീട്ടിലെത്തിയപ്പോൾ എന്നെയും കാത്തേ കുഞ്ഞിക്കിളിയെ പുറത്ത് നിൽക്കണ്ടായിട്ട്. പാവം എന്നെ എന്തോരം മിസ് ചെയ്തിട്ടുണ്ടാവില്ലേ. ഞാൻ അവനെ അതിനേക്കാളും കൂടുതൽ മിസ് ചെയ്യുന്നുണ്ട്. ഈ മിസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലാണ്ട് അന്ന് കുട്ടിയോട് നിൽക്കാൻ പാടില്ലെന്ന് ചോദിക്കണവർക്ക് ഇതും വേണമല്ലോ, ജോലിയും വേണമല്ലോ. അപ്പോൾ എന്തായാലും കുറച്ചേരം ഇനിയിപ്പോൾ കുഞ്ഞിക്കിളിയുടെ കൂടെ ആയിരുന്നു കേട്ടോ കളിച്ച്. പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആൾക്കാരൊന്നും കാണില്ല, അതേ പുറത്തിരുന്ന് ചക്കയൊക്കെ വെട്ടണം. ഞാൻ ശരിക്കും പറയാൻ പറ്റില്ല, ഡാഡി ചക്ക വെട്ട് നമ്മുടെ ചക്ക പഴുത്തില്ലേന്ന്. കറക്റ്റായിട്ട് ഇതേ ഡാഡി ചക്ക വെട്ടിക്കൊണ്ടിരിക്കണായിരുന്നു. നല്ല പഴുത്ത ചക്ക, കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഭയങ്കര മധുരം എന്ന് വെച്ചാൽ നല്ല സൂപ്പർ മധുരം. നമ്മുടെ കുഞ്ഞിക്കിളിയാണെങ്കിൽ എന്നെ പോലെ തന്നെ നല്ല ചക്ക കൊതിയനാണ് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് ചക്കയ്ക്കൊക്കെ വെള്ളം കയറി തുടങ്ങും, ആ മധുരമൊക്കെ കുറഞ്ഞു തുടങ്ങും. പക്ഷെ എന്നാലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുഞ്ഞിക്കിളിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളിങ്ങനെ വായിലിങ്ങനെ കടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കണ ചക്ക ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. ഡാഡി അവിടെ ഇങ്ങനെ തകൃതിയായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചക്ക ഇത് പൊളിച്ചുകൊണ്ടിരിക്കണം. മഴ വീണ്ടും നല്ല മഴ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങാമെന്നും പറഞ്ഞ് കുഞ്ഞിക്കിളിയായിട്ടൊന്ന് റൂമിലേക്ക് വന്നു. പക്ഷെ ചെക്കൻ ഉറങ്ങില്ല. പിന്നെ ഞാൻ ഡാഡിയുടെ തന്നെ അവൻ്റെ കുറച്ച് ചക്ക എടുത്ത് ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ടാ.
അവൻ വീണ്ടും അപ്പൂപ്പൻ്റെ അടുത്തേക്ക് പോയി. എന്നെ വേണമെന്നില്ല കേട്ടോ ഇപ്പം ശരിക്കും പറഞ്ഞാൽ. അവൻ ഇങ്ങനെ കളിച്ചുകൊണ്ടും ഓരോ കാര്യങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ ഇങ്ങനെ നടന്നോളും. മഴക്കാറും ഉണ്ട്, മഴയുണ്ട്, കാറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. എന്താല്ലേ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ. മഴക്കാലം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.